നിലമ്പൂരിൽ നിന്ന് LDF പ്രതീക്ഷകൾ പരിശോധിക്കാം. ഷഹദ്, മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കൂടി കടന്നാക്രമിച്ചുകൊണ്ടാണ് അവിടെ PV അൻവറിന്റെ വാക്കുകളൊക്കെ പുറത്തുവരുന്ന നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് LDF നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെയാണ് PV അൻവറിന്റെ ആക്രമണം. സ്വാഭാവികമായും LDF അത് അഭിമാന പോരാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് LDF കണക്കുകൂട്ടലുകൾ? ഷഹദ്, ഉന്മേഷ്, നിലമ്പൂരിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അല്പം മുമ്പ് ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും കോൺഗ്രസിനോ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിനോ തീറെഴുതി നൽകിയിട്ടില്ല നിലമ്പൂർ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് UDF തേരോട്ടമുണ്ടായിരുന്ന മണ്ഡലത്തിൽ വേണമെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് തിരിച്ചു പിടിക്കാനാകും എന്ന ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. ആ പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ LDF വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വതന്ത്രരെ പരീക്ഷിക്കുന്നതാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം സ്വതന്ത്രരെ എപ്പോഴും പരീക്ഷണത്തിന് ഇറക്കുകയും അതിൽ വിജയം കൊയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി എന്നുള്ളത്. അങ്ങനെയാണ് PV അൻവർ, നമുക്കറിയാം PV അൻവർ അവിടെ വരികയും 2 തവണ അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ PV അൻവർ രാജിവെച്ചത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്ന് പിന്നീട് മുഖ്യമന്ത്രിയുമായി കൊമ്പ് കോർത്ത് ഏറ്റവും ഒടുവിൽ രാജിവെച്ച് പുറത്തിറങ്ങുകയായിരുന്നു. ആ PV അൻവറിനോടാണ് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ മത്സരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം PV അൻവർ എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല അവിടെ ഇടതുപക്ഷം വിജയിച്ചത്, മറിച്ച് അവിടെ പാർട്ടി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളും ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള വികസന കാര്യങ്ങളും മുൻനിർത്തിയാണ് അവിടെ ഇടതുപക്ഷം കഴിഞ്ഞ 2 തവണ വിജയിച്ചത് എന്നൊരു മുദ്രാവാക്യമാണ് പ്രധാനമായിട്ടും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അവിടെ PV അൻവർ എന്ന വ്യക്തിക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല എന്ന ഒരു ക്യാമ്പയിൻ ആയിരിക്കും പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുക. മാത്രവുമല്ല അതായത് ഇക്കഴിഞ്ഞ 2 വർഷം ഇക്കഴിഞ്ഞ 2 ടേമിലുള്ള പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടായിരിക്കും ഇടതുപക്ഷം ഇത്തവണ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിന് ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത്തവണ ആരായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പിനായി അംഗത്തിലിറങ്ങുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്ന പേരുകൾ, ഒന്ന് മലപ്പുറം DYFI ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള P ഷബീർ, മറ്റൊന്ന് വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഷൊറാണ റോയ്, അതുപോലെ തന്നെ KPCC മുൻ നിർവാഹക സമിതി അംഗവും സ്വതന്ത്രനുമായ M തോമസ് മാത്യു എന്നിവരുടേതാണ്. ഇതിൽ തോമസ് മാത്യു ഇതിനു മുൻപും ഇത്തരത്തിൽ മത്സരരംഗത്ത് വന്ന ഒരു ആളാണ്. അപ്പോൾ എന്തായാലും UDF ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഉണ്ടാകും. മാത്രവുമല്ല നിലമ്പൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടം മുതൽ തന്നെ CPM അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. M സ്വരാജ് അടക്കമുള്ള ആളുകൾ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടയിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടി അണികളോട് തന്നെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പലരും സ്വരാജിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കാം എന്നൊരു സാധ്യതയുമുണ്ട്. എന്തായാലും ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിലമ്പൂരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമോ LDF എന്നുള്ളതാണ്.